എൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് എനിക്ക് ഭയമില്ല. എനിക്കൊരു മുതലയെയോ കങ്കാരുവിനെയോ പാമ്പിനെയോ രക്ഷിക്കണമെങ്കിൽ സുഹൃത്തെ, ഞാൻ അതിനെ രക്ഷിക്കും. സ്റ്റീവ് ഇർവിൻ്റെ വാക്കുകളാണ്. കാക്കി ഷർട്ടും നിക്കറുമിട്ട് പുഞ്ചിരിച്ച മുഖവുമായി പാമ്പുകളെയും മുതലുകളെയും നിർഭയത്തോടെ കൈകാര്യം ചെയ്തിരുന്ന ഓസ്ട്രേലിയക്കാരൻ സ്റ്റീവ് ഇർവിൻ. സ്റ്റീവിൻ്റെ മാതാപിതാക്കൾ ഒരു വന്യജീവി സംരക്ഷണ പാർക്ക് നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്രായത്തിൽ സ്റ്റീവിന് വന്യജീവികളെ പരിചിതമായി. മുതിർന്നപ്പോൾ മാതാപിതാക്കളുടെ വഴിയെ സ്റ്റീവും സഞ്ചരിച്ചു. തൻ്റെ 9-ാം വയസ്സ് മുതൽ മുതലുകളെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയ സ്റ്റീവ് ദി ക്രോക്കഡൈൽ ഹണ്ടർ എന്ന ടെലിവിഷൻ ഷോയിലൂടെയാണ് ലോകശ്രദ്ധ നേടുന്നത്. സ്റ്റീവിൻ്റെ ആ ഷോ കാണാനായി ലോകത്താകമാനം ടെലിവിഷൻ പ്രേക്ഷകർ കാത്തിരുന്നു. വന്യജീവി സംരക്ഷകനായ സ്റ്റീവ് മൃഗവേട്ട അവസാനിപ്പിക്കാനായി നിരന്തരം പോരാടി. വളരെ അപ്രതീക്ഷിതമായി തൻ്റെ 44-ാം വയസ്സിൽ ഓഷ്യൻസ് ഡെഡ് ലിസ്റ്റ് എന്ന ഡോക്യുമെന്ററി ചിത്രീകരിക്കുന്നതിനിടയിൽ തിരണ്ടിയുടെ വാൽ ഹൃദയത്തിൽ തുളഞ്ഞു കയറിയാണ് സ്റ്റീവ് ഇർവിൻ മരണപ്പെട്ടത്.